ഹായ് നമസ്കാരം, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് അടുത്തതായിട്ട് കേരള PSCയിൽ വരാൻ പോകുന്ന ഒരു അടിപൊളി നോട്ടിഫിക്കേഷനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ 10th ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ 2026 അവസാനത്തോട് കൂടിയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു നോട്ടിഫിക്കേഷൻ ആണ് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റ് എന്നറിയപ്പെടുന്ന സെക്രട്ടേറിയറ്റ് OA. അപ്പം ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഏതെല്ലാം ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നമുക്ക് ജോലി വരുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ്, അതുപോലെ കേരള PSC, അതുപോലെ സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ്, കേരള ലെജിസ്ലേറ്റീവ് സെക്രട്ടേറിയറ്റ്, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ്, ഈ പറഞ്ഞിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് സെക്രട്ടേറിയറ്റ് OA ആയിട്ടായിരിക്കും നമുക്ക് എന്ത് വരുന്നത്, നമുക്ക് പോസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതിന് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് 2023 ഡിസംബർ മാസം 2023 നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ജനുവരി 2024 ആയിരുന്നു. ദെൻ ഈ ഒരു പരീക്ഷയുടെ പ്രിലിംസ്, മെയിൻസ് അങ്ങനെ 2 ഘട്ടമായിട്ടായിരുന്നു പരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നത്. നോട്ടിഫിക്കേഷൻ വന്ന് ഏകദേശം ഒരു 1 ഇയറോളം എടുത്തു. അതായത് 28/12/2024, അതുപോലെ തന്നെ ജനുവരി, ഫെബ്രുവരി ഇത്രയും മന്തിലായിട്ടായിരുന്നു പ്രിലിംസ് പരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നത്. ഇത് 2025 വരുന്നത് കേട്ടോ. അപ്പൊ പ്രിലിംസ്, മെയിൻസ് ഇങ്ങനെ 2 ഘട്ടമായിട്ടായിരുന്നു അന്ന് എക്സാം നടന്നിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള അഡ്വൈസ് ഒക്കെ പോകുന്ന ഒരു നല്ലൊരു പോസ്റ്റ് തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്ന സെക്രട്ടേറിയറ്റ് OA എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പരീക്ഷ അന്ന് നടന്നിട്ടുണ്ടായിരുന്ന സമയത്ത് നമുക്ക് സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് ഏകദേശം 23 to 50,200 ആണ്. ദെൻ ഇനിയിപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരം നമുക്ക് പേ സ്കെയിൽ കമ്മീഷനൊക്കെ വന്നതും അതുപോലെ ഇതിനേക്കാൾ കൂടാനുള്ളൊരു സാധ്യതയുണ്ട്. മാത്രമല്ല അന്ന് ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയായിരുന്നു. പക്ഷെ ഇപ്പോൾ PSCയുടെ പുതിയ നിയമം അനുസരിച്ച് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ ജനറൽ കാറ്റഗറി 40 വയസ്സ് വരെയും, OBC കാറ്റഗറിക്ക് 43 വയസ്സ് വരെയും, SC STക്കാർക്ക് എത്രയാണ് 45 വയസ്സ് വരെയുള്ളവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ്. മാത്രമല്ല ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10th പാസ് ആണ്. 10th പാസ് ആയിട്ടുള്ള ഡിഗ്രിക്കാർക്കും PGക്കാർക്കും MBA വാട്ട് എവർ എത്ര വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ ആണ്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സാധാരണ LGS, വേരിയസ് LGSനൊക്കെ നമുക്ക് ഈ ഡിഗ്രിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഈ OA എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നമുക്ക് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. മാത്രമല്ല ഈ ഒരു പോസ്റ്റിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് അത് ടൈം എടുക്കും, കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. കുറച്ച് കയറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഹയർ ആയിട്ടുള്ള സെക്രട്ടേറിയറ്റിൽ അസിസ്റ്റന്റ് പോലുള്ള പോസ്റ്റിലേക്കൊക്കെ അത് കുറച്ച് ടൈം എടുക്കും കേട്ടോ. കയറി പല പല സ്റ്റേജസ് ആയിട്ടാണ് നമുക്ക് വരാൻ പോകുന്നത്. അപ്പോൾ നല്ലൊരു പോസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് 2 ഘട്ടമായിട്ടായിരുന്നു, അതായത് പ്രിലിംസും മെയിൻസും ആയിട്ടായിരുന്നു ഈ എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പ്രിലിംസിന് അന്ന് നമുക്ക് OA ആണ് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ നമുക്ക് കുറച്ച് ടൈറ്റ് ആയിരിക്കും നമ്മുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. അന്ന് നമുക്ക് 73.23 ആയിരുന്നു പ്രിലിംസിന്റെ കട്ട് ഓഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മെയിനിലേക്ക് വരുമ്പം ഏകദേശം 71.67 ആയിരുന്നു മെയിൻസിന്റെ കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് തൊട്ട് മുൻപ് വരെ നോക്കിയതിനനുസരിച്ചുള്ള അഡ്വൈസ് ആണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള അഡ്വൈസ് പോയിട്ടുണ്ട്. ഈ പരീക്ഷയെല്ലാം കഴിഞ്ഞ് നമുക്ക് റാങ്ക് ലിസ്റ്റ് വന്നത് എപ്പോഴാണ്, 29/8/2025 ഓക്കെ. അപ്പോൾ പ്രിലിംസും മെയിൻസും കഴിഞ്ഞ് നമുക്ക് 2023 ലാസ്റ്റ് വന്നു. 24 1 ഇയറോളം എടുത്തിട്ടാണ് നമുക്ക് അഡ്വൈസ്, മീൻസ് ഫസ്റ്റ് ഇതിൻ്റെ എന്ത് വരുന്നത്, നമുക്ക് അഡ്വൈസിന്റെ ഷോർട്ട് ലിസ്റ്റ്, മെയിൻ ലിസ്റ്റ് വരുന്നത്. അപ്പം 29/8 നമുക്ക് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പം ഇവിടെ നോക്കിക്കേ, 29/8/2028 5 6 7 യെസ്. അപ്പൊ 28 ആകുമ്പോഴത്തേക്കും ഇതിന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുകയാണ് അല്ലെ. അപ്പം നെക്സ്റ്റ് നമുക്ക് അതിനു മുൻപ് ഈ ഒരു വർഷം അവസാനം 2026 നോട്ടിഫിക്കേഷൻ വന്ന് 2027 ആകുമ്പോഴത്തേക്കും എക്സാം കഴിഞ്ഞ് 2028 ഏകദേശം നോക്കിയ വലിയൊരു ലൈൻ പീരിയഡ് ആണ് നമ്മുടെ മുന്നിൽ പോകുന്നത്. അപ്പോൾ ഈ ഒരു ചാൻസ് നിങ്ങൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വലിയ അബദ്ധമാണ്. ബിക്കോസ് നമുക്കിപ്പോൾ LDC വരുന്നുണ്ട്, ലാബ് അസിസ്റ്റന്റ് വരുന്നുണ്ട്, OA വരുന്നുണ്ട്, ഒരു LGS വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നോട്ടിഫിക്കേഷൻ്റെ ഒക്കെ ഇതിന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം സിലബസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ട, ഒരു സിംഗിൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ എല്ലാ എക്സാമും ക്ലിയർ ചെയ്യാവുന്നതാണ് PSCയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിക്കേ, നിലവിൽ നമുക്ക് ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് 29/6/2026 അതിൽ നിലവിൽ പോയിരിക്കുന്നത് എത്രയാണെന്ന് നോക്കിക്കേ, 713, അതായത് റാങ്ക് ലിസ്റ്റ് വന്ന്
അല്ലെ 2026 ആകുമ്പോഴത്തേക്കും എന്താണ് നമുക്കൊരു വർഷം ആവുന്നതിന് മുൻപ് തന്നെ 713 അഡ്വൈസ് പോയിട്ടുണ്ട്. സോ നല്ല രീതിയിൽ നിങ്ങൾ ഇതിന് പ്രിപ്പയർ ചെയ്യുവാണ് എങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഏതൊരു എക്സാമും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ക്ലിയർ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓൾറെഡി നമ്മളൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ ഒരു ഹൈലൈറ്റ്, നിങ്ങൾ ഫ്രഷർ ആണെങ്കിൽ പോലും ഒട്ടും ടെൻഷൻ ആവണ്ട. നിങ്ങൾക്കൊരു 150 ദിവസം കൊണ്ട് പഠിക്കാനായിട്ടുള്ള കംപ്ലീറ്റ് സ്റ്റഡി പ്ലാൻ നമ്മൾ തരും. അപ്പം നമ്മൾ തരുന്ന അനുസരിച്ച് ഓരോ ദിവസവും കൃത്യമായിട്ട് പഠിക്കുക, ഓരോ ദിവസം അതിൻ്റെ OMR പ്രാക്ടീസ് ചെയ്യുക, മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക, അതുപോലെ ഡെയിലി PYQ ഒരു കൃത്യമായ ഓർഡറിൽ എന്ത് പഠിക്കണം എന്നുള്ള കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ Day 1, Day 2, Day 3 അങ്ങനെ ഓരോ ദിവസവും നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള കോണ്ടന്റ്, അതിൻ്റെ മോക്ക് ടെസ്റ്റ്, അതിൻ്റെ PDF നോട്ട്സ്, അതുപോലെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ടൊരു മെൻറ്ററും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ LDC എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് LGS എഴുതാം, ലാബ് അസിസ്റ്റൻ്റ് എഴുതാം, OA എഴുതാം, എല്ലാത്തിനും കൂടെ കൂടിയിട്ട് സിംഗിൾ ആയിട്ടുള്ളൊരു സ്റ്റഡി മെത്തേഡ് മാത്രം മതിയാകും. അപ്പോൾ ഈ ഒരു പരീക്ഷയെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമ്മളൊരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ഫില്ല് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് അഡ്മിഷൻ സംബന്ധിച്ച് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി. അപ്പോൾ എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു.